നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ഇന്നലെ ലഗാനസിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച കളി അത് ലഗാനസാണ് നന്നായി കളിച്ചതെന്ന് അവരുടെ കോച്ച് അവകാശപ്പെടുന്നുണ്ട്. ഫ്ലിക്ക് പറഞ്ഞത് സംഗതി എങ്ങനെയായാലും 3 പോയിൻ്റ് എന്നുള്ളത് 3 പോയിൻ്റ് തന്നെയാണ്, അതുകൊണ്ട് ഈ വിജയം സന്തോഷം നൽകുന്നു എന്നാണ്. എന്നാൽ ബാഴ്സക്ക് ആശങ്ക നൽകുന്നൊരു കാര്യമുണ്ടായി, അത് ബാൽഡയുടെ പരിക്കാണ്. ബാൽഡയ്ക്ക് കോപ്പ ഡെൽ റേയുടെ ഫൈനൽ മത്സരമടക്കം നഷ്ടമായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മളതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ഡിയാരിയോ AS റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബാൽഡയുടെ പാർട്ടിസിപ്പേഷൻ കോപ്പ ഡെൽ റേ ഫൈനലിലെ ബാൽഡയുടെ പാർട്ടിസിപ്പേഷൻ വരെ ഡൗട്ടിലാണ്. ഹി മേ മിസ് ഇറ്റ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അടുത്ത മത്സരം നഷ്ടമാകും, അതിൽ സംശയമില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ 2ാം പാദ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും. ഇനി കോപ്പ ഡെൽ റേ ഫൈനൽ വരെ നഷ്ടമായേക്കും എന്നുള്ള സൂചനകൾ വരികയാണ്. അലിയാൻഡ്രോ ബാൽഡെ വിൽ ഗോ ത്രൂ മെഡിക്കൽ ടെസ്റ്റ് ടുമാറോ എന്നാണ് ഇന്നലെ വന്ന റിപ്പോർട്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം മെഡിക്കൽ ടെസ്റ്റിന് വിധേയനാകും. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരും. ഇന്നലെ ഹൻസി ഫ്ലിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ബാൽഡയ്ക്ക് ഡിസ്കംഫേർട്ട് ഉണ്ട്, കൂടുതലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്നാണ്. അതേസമയം റൊണാൾഡോ അറൗഹോയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് ക്വാഡ്രിസെപ്സിൽ ലിറ്റിൽ ഡിസ്കംഫേർട്ട് ഉണ്ട്, അദ്ദേഹം ഓക്കെ ആയേക്കും എന്നാണ് ഫ്ലിക്ക് ഇന്നലെ പറഞ്ഞത്. പക്ഷേ എറിക് ഗാർഷ്യയുടെയും റൊണാൾഡോ അറൗഹോയുടെയും പരിക്കിൻ്റെ കാര്യത്തിലൊരു വ്യക്തത സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അത് അത്ര വലിയ പ്രശ്നങ്ങളില്ല, നോ ഇഞ്ചുറീസാണ്, ദേ വിൽ ബി അവൈലബിൾ അഗെയിൻസ്റ്റ് ഡോട്ട്മുണ്ട് എന്ന് ഡിയാരിയോ AS റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആരാധകർക്ക് ആശങ്ക അലിയാൻഡ്രോ ബാൽഡയുടെ കാര്യത്തിലാണ്. അലിയാൻഡ്രോ ബാൽഡയ്ക്ക് 3 ആഴ്ച വരെ, മിനിമം 3 ആഴ്ച വരെ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.